മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ സഖ്യകക്ഷികളുമായുള്ള ചർച്ച വേഗത്തിലാക്കി എൻഡിഎ. ഇന്ന് രാത്രിയോ നാളെ ഉച്ചയ്ക്ക് മുൻപായോ മന്ത്രിമാരുടെ പട്ടിക പുറത്തുവന്നേക്കും. ആന്ധ്രാപ്രദേശിന് 6 മന്ത്രിമാർ വേണമെന്ന നിലപാടിലാണ് ടിഡിപി. സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ചർച്ച തുടരുകയാണ്. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും പ്രവർത്തക സമിതി യോഗവും ഇന്ന് ചേരും. രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, എന്തായാലും സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു. ടിഡിപി ഉറച്ചു നിൽക്കുന്നു. മന്ത്രിമാരുടെ കാര്യത്തിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അശ്വതി, നാളെയാണ് മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നേരത്തെ 6 മണിക്കാണ് നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നത് നാളെ 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ എത്ര മന്ത്രിസ്ഥാനം ഘടകകക്ഷികൾക്ക് എന്ന കാര്യത്തിൽ ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഏതായാലും JP നഡ്ഡയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതായാലും TDP ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ആന്ധ്രാപ്രദേശിന് 6 മന്ത്രിമാർ വേണമെന്നാണ്. TDPക്ക് 4, ഒപ്പം തന്നെ ജനസേന പാർട്ടിക്കും BJPക്കും ഉൾപ്പെടെ 6 പേരെ മന്ത്രിമാരാക്കണം എന്നൊരു ആവശ്യം ഏതായാലും TDP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും എന്നായിരുന്നു JDUവിനും TDPനും BJP മുന്നോട്ട് വെച്ചത്. അതിന് അംഗീകരിക്കാൻ തയ്യാറല്ല, അതിനോട് യോജിപ്പില്ല എന്ന നിലപാടിലാണ് TDP. ഏതായാലും ചർച്ചകൾ തുടരുന്നു എന്നാണ് ഇപ്പോൾ TDP നേതാക്കൾ ഏതായാലും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. BJP നേതാക്കളും സമാനമായ പ്രതികരണം തന്നെ നടത്തിയിരിക്കുന്നു. ഏതായാലും സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ആദ്യം മുതൽ തന്നെ സ്പീക്കർ സ്ഥാനം വേണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു TDP. ഒരുപക്ഷെ അതിന് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് TDP തയ്യാറായേക്കുമെന്ന സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം TDPക്ക് നൽകാമെന്ന നിലപാടിലാണ് BJP. അങ്ങനെയെങ്കിൽ മുൻ ലോക്സഭാ സ്പീക്കറും TDP നേതാവുമായ GMC ബാലയോഗിയുടെ മകൻ ഹരീഷ് ബാലയോഗിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് 3 മന്ത്രിസ്ഥാനമെങ്കിലും ലഭിക്കുകയാണെങ്കിൽ രാംമോഹൻ നായിഡു ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഏതായാലും TDP ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. ഒപ്പം മറ്റ് ചില ചെറു കക്ഷികളും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, ജിതൻ റാമാഞ്ചി ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം ഒരു ക്യാബിനറ്റ് പദവിയെങ്കിലും വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UPയിൽ നിന്നുള്ള അപ്നാദൾ സൊനേലാൽ വിഭാഗം നേതാവ് മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. അനുപ്രിയ പട്ടേലും ഇത്തവണ സഹമന്ത്രി സ്ഥാനം പോരാ, മറിച്ച് സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പെങ്കിലും വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള അജിത് പവാർ വിഭാഗവും ഷിൻഡെ വിഭാഗവും വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം അംഗസംഖ്യ നോക്കിയല്ല, കാരണം BJP സർക്കാരല്ല നിലവിൽ അധികാരത്തിലുള്ളത്, NDA കൂട്ടുകക്ഷി സർക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ അംഗസംഖ്യം നോക്കാതെ തന്നെ മന്ത്രിസ്ഥാനം നൽകുമെന്ന പ്രതീക്ഷ ഏതായാലും ഈ കക്ഷികളും പങ്കുവയ്ക്കുന്നുണ്ട്. ഷിൻഡെ വിഭാഗം കണക്കുകൂട്ടുന്ന ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവുമാണെങ്കിൽ അജിത് പവാർ വിഭാഗവും സമാനമായ ഒരു പദവി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ചർച്ചകൾ തുടരുന്നുവെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അശ്വതി, അതുപോലെ തന്നെ മികച്ച ഒരു പ്രതിപക്ഷമായിരിക്കാനാണല്ലോ ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്, ഒപ്പം പ്രവർത്തക സമിതി യോഗവും ചേരുന്നുണ്ട്. രാഹുലിനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റാനല്ലേ സാധ്യത? കോൺഗ്രസിന്റെ 2 യോഗങ്ങളാണ് ഇന്ന് ചേരുന്നത് അശ്വതി. അതായത് ആദ്യം പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. വിശാല പ്രവർത്തക സമിതി യോഗമാണ് ചേരുന്നത്. കാരണം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ അടക്കമുള്ളവരെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ യോഗത്തിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നൊരു ആവശ്യം ഉയരും. പ്രത്യേകിച്ച് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് രാഹുൽ ഗാന്ധിക്ക് വിജയത്തിൽ വലിയ ക്രെഡിറ്റ് ഉണ്ട്, രാഹുൽ ഗാന്ധിയാണ് മാൻ ഓഫ് ദി മാച്ച് എന്ന പരാമർശമാണ് ശശി തരൂർ നടത്തിയത്. സമാനമായ പരാമർശം മാണിക്കം ടാഗോർ അടക്കമുള്ള നേതാക്കൾക്കുമുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷ നേതാവില്ല. കാരണം 2014 44 സീറ്റും 2019 52 സീറ്റുമായിരുന്നു കോൺഗ്രസിന്റെ അംഗബലം. കേവല പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ ലോക്സഭയുടെ 10% അംഗങ്ങളും വേണം. അങ്ങനെ വരുമ്പോൾ 54 അംഗബലം. പക്ഷേ ഇത്തവണ 99 സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഉയരുകയാണ്. ഇതിന് പുറമെ തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലൊരു പൊതുചിത്രം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രകടനമടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. മൂന്നാമതായി രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ ഒരു ചർച്ച നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് റായ്ബറയിൽ നിലനിർത്തിക്കൊണ്ട് വയനാട് മണ്ഡലം ഒഴിയാനാണ് സാധ്യത. ഏതായാലും രാവിലെയാണ്
പ്രവർത്തക സമിതി ചേരുന്നത്. അതിനുശേഷം വൈകിട്ടാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗവും നിശ്ചയിച്ചിട്ടുള്ളത്. ശരി, രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്.